പുതുശ്ശേരിയെ കരോൾ സംഘത്തിന് നേരെ അക്രമം നടത്തുകയും അതിനുശേഷം അത് ന്യായീകരിക്കുന്നതിന് വേണ്ടി മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞത്. എന്നാൽ വളരെ ചെറിയ കുട്ടികളാണ് ഈ കരോൾ സംഘത്തിൽ ഉണ്ടായിരുന്നത്. ഈ BJP നേതാവിൻ്റെ പ്രസ്താവനയിൽ വലിയ മാനസിക പ്രയാസം ആ രക്ഷിതാക്കളും കുട്ടികളും അനുഭവിക്കുന്നുണ്ട്. ആ കുട്ടികൾക്ക് ആശ്വാസം നൽകാൻ വേണ്ടിയാണ് DYFI പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അവർക്ക് സമ്മാനങ്ങളും കേക്കുമായി എത്തിയിരിക്കുന്നത്. ഇപ്പോൾ DYFI നേതാക്കൾ എന്നോടൊപ്പം ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ ആ കുട്ടികളുടെ ഒരു മാനസികമായ പ്രയാസം അകറ്റുക എന്നാണോ ലക്ഷ്യം വെച്ച്? തീർച്ചയായിട്ടും ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന നേതാവ് എന്ന നിലയ്ക്ക് ശ്രീ കൃഷ്ണകുമാർ ഈ നാളിതുവരെ പാലക്കാട് പ്രത്യേകിച്ച് അദ്ദേഹം പൊതുമണ്ഡലത്തിൽ അറിയപ്പെട്ടിരുന്നതും അദ്ദേഹത്തെ ചിലരെല്ലാം മറ്റു രീതിയിൽ അവതരിപ്പിച്ചിരുന്നതും മറ്റൊരു മുഖമായിട്ടാണ്. പക്ഷേ എന്താണ് കൃഷ്ണകുമാർ എന്ന് ഇന്നലത്തെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവനയിലൂടെ കൃത്യമായിട്ട് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വിഷയമുണ്ടായപ്പോൾ തന്നെ DYFIയുടെ ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെ പങ്കെടുത്ത് അതിനെതിരായി അന്ന് വൈകിട്ട് തന്നെ പ്രതിഷേധ കരോൾ ഇവിടെ സംഘടിപ്പിച്ചതാണ്. DYFIയുടെ നേതൃത്വത്തിൽ ജില്ലയിൽ ഞങ്ങൾക്ക് 2500 യൂണിറ്റുകളാണുള്ളത്. ആ യൂണിറ്റുകളിൽ പ്രതിഷേധ കരോളുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ നിങ്ങൾക്കുൾപ്പെടെ ബോധ്യപ്പെട്ടുള്ള കാര്യമാണല്ലോ, 3ലും 4ലും പഠിക്കുന്ന കൃത്യമായി സംസാരിക്കാൻ പോലും കഴിയാത്ത ചെറിയ പാവപ്പെട്ട കുട്ടികളെയാണ് മദ്യപിച്ച്, അതല്ലെങ്കിൽ അവർ മദ്യത്തിൻ്റെ ലഹരിയിലാണ് അവിടെ ഈ കരോളിന് നേതൃത്വം കൊടുത്തതെന്ന് ഉത്തരവാദിത്തപ്പെട്ട നേതാവ് പറഞ്ഞത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. ഒന്ന്, ഈ കേസിൽ ഉൾപ്പെട്ട പ്രതി, ആ പ്രതി ഒരു ധാരാളം ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ട ആളാണ്. ഈ പ്രദേശത്തെ മദ്യമയക്കുമരുന്ന് സംഘത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളാണ്, അതിലെ കണ്ണിയാണ്. അങ്ങനെയൊക്കെ ആയിരിക്കെ പരസ്യമായി ഇതിനെ അപലപിക്കാനോ അക്രമത്തെ തള്ളിപ്പറയാനോ അല്ല ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് എന്ന നിലയ്ക്ക് കൃഷ്ണകുമാർ തയ്യാറായത്. പലതവണ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോഴും അല്ലാത്തപ്പോഴുമെല്ലാം അരമനകളിലും അതല്ലാതെ പള്ളികളിലുമെല്ലാം കയറി ഇറങ്ങി കേക്ക് മുറിക്കാനും ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെ വോട്ട് നേടാനുമെല്ലാം വേണ്ടിയിട്ട് വലിയ ഔട്ട്റീച്ച് ക്യാമ്പയിനുമായിട്ടൊക്കെ നേതൃത്വം കൊടുക്കുന്ന പാലക്കാട്ടെയും സംസ്ഥാനത്തെയും BJPയുടെ യഥാർത്ഥ മുഖം എന്താണ് എന്ന് ഇപ്പോൾ നമ്മൾ ബോധ്യപ്പെട്ടിരിക്കുകയാണ്. തീർച്ചയായും DYFI ഇവിടെ വന്നപ്പോൾ ഈ കുട്ടികളെ കണ്ടപ്പോൾ ആ കുട്ടികൾ വലിയ ഭയാശങ്കയിലാണ്. അവർ പലരും സ്കൂളിൽ പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അവർ പലരും നല്ല പ്രയാസം അനുഭവിക്കുന്നുണ്ട്. അവരുടെ കുടുംബങ്ങൾ നല്ല ബുദ്ധിമുട്ടിലാണ്. അവർ പേടിച്ച് ഭയന്നുകൊണ്ടാണ് ഇരിക്കുന്നത്. മാത്രമല്ല ചെറിയ കുട്ടികളെന്ന നിലയ്ക്ക് പുറത്തു നിന്നെല്ലാം ഇറങ്ങുമ്പോൾ അവരെ പല രീതിയിൽ നല്ല പ്രയാസങ്ങൾ നേരിടുന്നുണ്ട്. അപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ ഉൾപ്പെടെ ഈ പ്രസ്താവനയ്ക്കെതിരെ സ്വമേധയാ കേസെടുക്കണമെന്നും ഇത്തരമൊരു പ്രസ്താവന പിൻവലിച്ച് പരസ്യമായി മാപ്പ് പറയാൻ കൃഷ്ണകുമാർ തയ്യാറാവണമെന്നുമാണ് DYFI ആവശ്യം. ഈ രക്ഷിതാക്കൾ പറയുന്നുണ്ടായിരുന്നു ഈ കേസ് പരാതി കൊടുക്കുന്ന കാര്യം ആലോചിക്കുകയാണെന്ന്. അവർക്ക് വേണ്ട നിയമസഹായങ്ങളൊക്കെ നൽകുമോ? തീർച്ചയായും പരാതി കൊടുക്കണം. അതുമാത്രമല്ല, ഈ പ്രസ്താവന ഇറക്കിയ കൃഷ്ണകുമാർ ഈ സ്ഥലത്ത് വന്ന് ഈ കുട്ടികളെ കാണാൻ തയ്യാറാവണമെന്നാണ്. കണ്ടു കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് ഈ അഭിപ്രായം തുടരുന്നുണ്ടോ എന്നുള്ളത് കൂടി അറിയണം. കൃഷ്ണകുമാറിന് മക്കളുണ്ടല്ലോ. ഈ ചെറിയ കുട്ടികൾ ഒരു കരോൾ സംഘമായി പോകുന്നതിനെ ആക്രമിച്ച ധാരാളം ക്രിമിനൽ കേസിലെ പ്രതി, കാപ്പ ചുമത്തപ്പെട്ട പ്രതിയെ തള്ളിപ്പറയുന്നതിന് പകരം അദ്ദേഹത്തെ ന്യായീകരിച്ച് ഈ കുട്ടികൾ മദ്യപാനിയാണ് എന്ന് പറയുന്ന കൃഷ്ണകുമാറിൻ്റെ മനസ്സ് എത്രത്തോളം വികൃതമാണ് എന്ന് സമൂഹം തിരിച്ചറിയപ്പെടേണ്ടതായിട്ടുണ്ട്. കൃഷ്ണകുമാർ ഇവിടെ വന്ന് ആ രക്ഷിതാക്കളോടും ആ കുട്ടികളോടും പരസ്യമായി മാപ്പ് പറയാൻ തയ്യാറാവണം. എന്തായാലും ഈ സംഭവത്തിൽ ഇനിയും ആളുകളെ പിടികൂടാനുണ്ട്. അശ്വിൻ എന്ന RSS പ്രവർത്തകനൊപ്പം മറ്റാളുകൾ കൂടി ഉണ്ടായിരുന്നു. അത് ആരാണ് എന്ന കുട്ടികൾക്ക് അറിയില്ല. പോലീസ് അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഷിജു ചിറ്റൂരിനൊപ്പം സാജിദ് അജ്മൽ, മീഡിയ 1 പാലക്കാട്.